ഓക്കെ, അപ്പോ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്നത് എവിടെയാണോ അതാണ് നമ്മുടെ ഹൗസ് അല്ലേ. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പാരൻസ്, അവരുടെ പാരൻസ്, നമ്മുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ഒക്കെ ആണല്ലേ താമസിക്കുക നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ നമ്മുടെ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ ആൻഡ് ഗ്രാൻഡ് പാരൻസ് ഇവരൊക്കെയാണ് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹൗസിനെ കുറിച്ചാണ് അല്ലേ. വി ആർ ഡിസ്കസിങ് അബൌട്ട് റോണീസ് ഹൗസ് അല്ലേ. റോണി എന്ന് പറഞ്ഞ ഒരു ബോയിന്റെ ഹൗസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. റോണി lives in a house with his family അല്ലേ. റോണി എവിടെയാ താമസിക്കുന്നത്? റോണി lives in a house അല്ലേ. റോണി ഒരു ഹൗസിലാണ് താമസിക്കുന്നത് വിത്ത് ഹിസ് ഫാമിലി അല്ലേ. റോണി മാത്രമല്ല, നമ്മൾ എല്ലാവരും അങ്ങനെ താമസിക്കുക അല്ലേ. We all are live in house with our family അല്ലേ. നമ്മൾ എല്ലാവരും ഹൗസിലാണ് താമസിക്കുന്നത് വിത്ത് നമ്മുടെ ഫാമിലിന്റെ കൂടെ അല്ലേ. അല്ലേ, അങ്ങനെയല്ലേ താമസിക്ക അല്ലേ? ആണെങ്കിൽ എന്ത് പറയണം? ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണ്ടേ? ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മുടെ ഹൗസിലാണ് താമസിക്കുന്നത് അല്ലേ. ഹിയർ ഇസ് എ പിക്ചർ ഓഫ് റോണീസ് ഹൗസ് അല്ലേ. ഇവിടെ എന്തുണ്ട്? റോണിന്റെ ഹൗസിന്റെ പിക്ചർ ഉണ്ട് അല്ലേ. ദിസ് ഈസ് ഹിസ് ഹൗസ് അല്ലേ. ഇതാണ് അവന്റെ വീട് അല്ലേ. ആരുടെ? റോണിയുടെ. ദിസ് ഇസ് റോണീസ് ഹൗസ് ആൻഡ് ദിസ് ഇസ് ദ ലിവിംഗ് റൂം ഓഫ് റോണീസ് ഹൗസ് അല്ലേ. അവിടെ ഉള്ളത് എന്താണ്? റോണിന്റെ ഹൗസിന്റെ ലിവിംഗ് റൂം ആണ് അവിടെ ഉള്ളത് അല്ലേ. Ronnie lives in a house and this is his house. This is Ronnie's house and this is the living room of Ronnie's house. This is the living room അല്ലേ. ലിവിംഗ് റൂം എന്താണ്? നമ്മൾ ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ എന്താണ്? ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു റൂം ഉണ്ട് അല്ലേ. നമ്മൾ സെൻട്രൽ ഹാൾ എന്നൊക്കെ പറയുന്ന ഒരു റൂം ഉണ്ട് അല്ലേ. അവിടെയാണ് നമ്മുടെ സോഫയും ചെയറും ടേബിളും ടിവിയും ഷോക്കേസും ഒക്കെ ഉണ്ടാവുക അല്ലേ. അവിടാണ് നമ്മുടെ വീടിന്റെ മെയിൻ ആയിട്ടുള്ള റൂം അല്ലേ. ആ റൂം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും അല്ലേ. അവിടെ എന്തുണ്ടാവും? ഒന്നുകിൽ ആരെങ്കിലും TV കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നുണ്ടാവും അല്ലേ. അതൊക്കെയാണ് നമ്മുടെ ലിവിംഗ് റൂം അല്ലേ. ബെഡ്റൂമിലൊക്കെ ആണോ നമ്മൾ TV വെക്കുക അല്ലേ? അല്ല അല്ലേ, നമ്മള് ലിവിംഗ് റൂമിലാണ്. ഉമർ, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ആർ യു പ്ലേയിങ് വിത്ത് ബ്ലോക്സ്? ഉമർ അവിടെ ബ്ലോക്സും കൊണ്ട് കളിക്കുകയാണല്ലേ ഉമർ, ബിൽഡിംഗ് ബ്ലോക്കും കൊണ്ട്. Don't play. Okay, listen. Okay. ശ്രദ്ധിക്കട്ടോ മോനെ ഉമർ. നമ്മള് ഹൗസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഉമറൊക്കെ ഇപ്പൊ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത് എവിടെയാണ്? ലിവിംഗ് റൂമിലാണെന്ന് തോന്നുന്നു അല്ലേ. ഉമറൊക്കെ ഇവിടെ ഉള്ളത് ലിവിംഗ് റൂമില് ആണെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ നമ്മൾ എന്താണ്? നമ്മുടെ ടിവിയും നമ്മുടെ സോഫയും ചെയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ വീടിന്റെ മെയിൻ പ്ലേസ് ആണ് നമ്മുടെ ലിവിംഗ് റൂം അല്ലേ. Then this is the bedroom അല്ലേ. Here is the picture of Ronnie's bedroom അല്ലേ. ഇവിടെ എന്തുണ്ട്? റോണിയുടെ ബെഡ്റൂമിന്റെ പിക്ചർ ഉണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും എന്താണ്? ബെഡ്റൂം ഉണ്ട് അല്ലേ. നമ്മുടെ വീട്ടില് നമ്മള് കിടന്നുറങ്ങുന്ന പ്ലേസ് ആണ് അല്ലേ. ദാറ്റ്സ് അവർ ബെഡ്റൂം അല്ലേ. ഇപ്പോ എന്താണ്? കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് ക്ലാസ് ഒക്കെ കേൾക്കുന്നത് അല്ലേ. നമ്മളിപ്പോ എന്താണ്? നമ്മുടെ ക്ലാസ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് റേഞ്ച് ഒക്കെ ഉള്ള സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ്? കുറെ പേര് ലിവിംഗ് റൂമിലുണ്ട്, കുറെ പേര് ഇവിടെ ഉണ്ട് ബെഡ്റൂമിലുണ്ട് അല്ലേ. അങ്ങനെ ഡിഫറെന്റ് പ്ലേസ് ഇരുന്നിട്ടാണ് നമ്മൾ ക്ലാസ് കാണുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ ഹൗസിൽ തന്നെയാണ് അല്ലേ നമ്മളുള്ളത്. അപ്പൊ എന്തുണ്ട്? റോണിന്റെ ഹൗസിൽ എന്തുണ്ട്? ബെഡ്റൂം ഉണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലും എന്ത്? ബെഡ്റൂം ഉണ്ടാവും അല്ലേ. നമ്മള് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന പ്ലേസ് ആണ് അല്ലേ. ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക അല്ല അല്ലേ. ആരും എന്ത് ചെയ്യാറില്ല? ബെഡ്റൂമിൽ ഇരുന്ന് ഫുഡൊന്നും കഴിക്കാറില്ല അല്ലെ. ബെഡ്റൂമിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മള് കിടന്നുറങ്ങും അല്ലെ രാത്രിയില്. ഓക്കെ, അത് നമ്മുടെ റൂമാണ് അല്ലേ. Then this is the kitchen. This is the kitchen of Ronnie's house അല്ലേ. Here is the picture of Ronnie's kitchen. റോണിയുടെ വീട്ടിലെ കിച്ചണിന്റെ ഫോട്ടോ ആണ് കാണുന്നത് അല്ലേ. നോക്കിയേ, കിച്ചൺ എന്താണ്? അടുക്കള അല്ലേ. റോണിയുടെ വീട്ടിലെ അടുക്കളന്റെ പിക്ചർ ഉണ്ട് അവിടെ അല്ലേ. ദിസ് ഇസ് ദ കിച്ചൺ ഓഫ് റോണീസ് ഹൗസ് അല്ലേ. റോണിയുടെ വീടിന്റെ കിച്ചൺ ആണ് അവിടെ കാണുന്നത് അല്ലേ. കുറെ പാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കുറെ പാത്രങ്ങളും ഗ്ലാസും എന്തൊക്കെ ഉണ്ട് കിച്ചണിൽ അല്ലേ. നമ്മള് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പ്ലേസ് ആണ് അല്ലേ കിച്ചൺ. Then this is the
ബാത്റൂം. ഹിയർ ഈസ് ദ പിക്ചർ ഓഫ് റോണീസ് ബാത്റൂം അല്ലേ. എല്ലാവരുടെ വീട്ടിലും എന്തുണ്ട്? ബാത്റൂം ഉണ്ട് അല്ലേ. നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും ഉണ്ട് അല്ലേ. നമ്മൾ കുളിക്കുകയും എന്താണ് ടോയ്ലറ്റിൽ പോവുകയും ചെയ്യുന്ന പ്ലേസ് ആണ് അല്ലേ. അവിടെ നോക്ക്, ബാത്റൂമിന്റെ പിക്ചർ ഉണ്ട് അല്ലേ. ടോയ്ലറ്റും ഉണ്ട് ബാത്റൂമും ഉണ്ട് അല്ലേ റോണിയുടെ വീട്ടില്. ഓക്കെ, ദിസ് ഇസ് ദ ബാത്റൂം അല്ലേ. റോണിയുടെ വീട്ടിലെ ബാത്റൂമിന്റെയും പിക്ചർ ആണ് അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന റൂംസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീടുകളിലെ റൂമൊക്കെ നോക്കിയിട്ട് നമ്മുടെ പാരന്റ്സിന് പറഞ്ഞു കൊടുക്കണം അല്ലേ. ദിസ് ഇസ് ദ ലിവിംഗ് റൂം ആൻഡ് ദിസ് ഇസ് ദ ബെഡ്റൂം, ദിസ് ഇസ് കിച്ചൺ ആൻഡ് ദിസ് ഇസ് ബാത്റൂം അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ എല്ലാവർക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ് നമ്മുടെ കിച്ചൺ, ഏതാണ് നമ്മുടെ ബാത്റൂം, ഏതാണ് നമ്മുടെ ബെഡ്റൂം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം അല്ലേ. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ എന്താണ് സ്കൂളിനെ കുറിച്ച് പറയാം അല്ലേ. നമ്മൾ വീടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് നമ്മുടെ സ്കൂൾ അല്ലേ. നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താണ്? ലുബാബ, what's the name of your school? Unmute ചെയ്തേ മോളെ. English is called. True Light English School അല്ലേ. That's the name of our school. അതാണ് നമ്മുടെ സ്കൂളിന്റെ പേര് അല്ലേ. Here is the picture of Alia School അല്ലേ. ഇവിടെ എന്തുണ്ട്? ആലിയ എന്ന് പറഞ്ഞ കുട്ടീന്റെ സ്കൂളിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആലിയയുടെ സ്കൂളിന്റെ പിക്ചർ ആണ് അതല്ലേ. വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് സ്കൂൾ? ലിറ്റിൽ ബേർഡ് സ്കൂൾ അല്ലേ. ആലിയയുടെ സ്കൂളിന്റെ പേരെന്താണ്? ലിറ്റിൽ ബേർഡ്സ് സ്കൂൾ. നമ്മുടെ സ്കൂളിന്റെ പേര് ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുന്ന പോലെ ആലിയയുടെ സ്കൂളിന്റെ പേരാണ് ലിറ്റിൽ ബേർഡ്സ് സ്കൂൾ. ഓക്കെ, ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ആലിയ സ്കൂൾ. ഓക്കെ, ദിസ് ഇസ് ഹർ സ്കൂൾ അല്ലേ. ഇതാണ് അവളുടെ സ്കൂൾ അല്ലേ. ആലിയന്റെ സ്കൂളിന്റെ ഫോട്ടോ ആണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ആൻഡ് ദിസ് ഇസ് ഹർ ബാത്റൂം. ദിസ് ദ ബാത്റൂം ഓഫ് this is her classroom. This is the classroom of Alia's school അല്ലേ. ആലിയയുടെ സ്കൂളിലെ ക്ലാസ് റൂമിന്റെ പിക്ചർ ആണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. നമുക്ക് എല്ലാവർക്കും ക്ലാസ് റൂം ഉണ്ടല്ലേ. നമ്മളിപ്പോ എന്ത് ചെയ്തില്ല? സ്കൂൾ ഓപ്പൺ ആയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സ്കൂളിൽ വരാൻ പറ്റില്ല. അതുകൊണ്ട് ആരും ക്ലാസ് റൂം ഒന്നും കണ്ടിട്ടില്ല അല്ലേ. നിങ്ങളുടെ ക്ലാസ് റൂം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എത്ര പേര് സ്കൂളിൽ വന്നിട്ടുണ്ട്? എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. ആദിഷ് കണ്ടില്ലേ? ആദിഷ് നമ്മുടെ ക്ലാസ് റൂം ഒക്കെ കഴിഞ്ഞ ദിവസം ആദിഷ് സ്കൂളിൽ വന്നപ്പോ കണ്ടില്ലേ? അതുപോലെ നമുക്ക് ക്ലാസ് റൂം ഉണ്ടല്ലേ. ഇപ്പൊ നമ്മൾ എന്താണ് സ്കൂൾ ഓപ്പൺ ആവാത്തോണ്ട് നമുക്ക് ക്ലാസ് റൂമിൽ ഇരിക്കാൻ വേണ്ടി പറ്റിയില്ല അല്ലെ. അപ്പൊ ഇതെന്താണ്? ആലിയയുടെ സ്കൂളിലെ ആലിയയുടെ ക്ലാസ് റൂം ആണ് അല്ലേ. അപ്പൊ അതുപോലെ നമുക്ക് എന്തുണ്ട്? നമുക്കുണ്ട് അങ്ങനത്തെ ക്ലാസ് റൂം ഒക്കെ ഉണ്ടല്ലേ. കുറെ ടേബിളും ചെയറും ടോയ്സും ഒക്കെ ഉള്ള ക്ലാസ് റൂം, നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ് റൂം ആർക്കുണ്ട്? നമുക്ക് ഉണ്ടല്ലേ. അപ്പോ സ്കൂൾ ഓപ്പൺ ആവാത്തോണ്ടാണ് നമുക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റാഞ്ഞത് അല്ലേ. അപ്പൊ ഇതെന്താണ്? ഇതാണ് ആലിയയുടെ ക്ലാസ് റൂം. അവിടെ കുറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലേ. ഇപ്പൊ എന്താണ്? നമുക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല അല്ലെ. അപ്പൊ സ്കൂള് തുറന്നു കഴിയുമ്പോ എങ്ങനെയാ ഉണ്ടാവുക? ഈ ആലിയയുടെ ക്ലാസ് റൂമിന്റെ പിക്ചർ ഉണ്ടോ? സ്കൂള് തുറന്നു കഴിയുമ്പോ ഇതേപോലെയാണ് ഉണ്ടാവുക അല്ലെ. നമ്മളെല്ലാരും ഒന്നിച്ചിരിക്കും അല്ലെ. ആലിയയുടെ ക്ലാസ്മേറ്റ്സ് ആണ് ഇരിക്കുന്നത് അല്ലെ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാരും ഇതുപോലെ ഒരു ക്ലാസ് റൂമിൽ ഒന്നിച്ചിരുന്നിട്ട് പഠിക്കും അല്ലെ. അപ്പൊ ഇതാണ് ആലിയന്റെ ക്ലാസ് റൂം. ദെൻ ദിസ് ഇസ് ദ കമ്പ്യൂട്ടർ റൂം അല്ലെ. ദിസ് ഇസ് ആലിയാസ് കമ്പ്യൂട്ടർ റൂം അല്ലെ. ആലിയയുടെ സ്കൂളിലെ കമ്പ്യൂട്ടർ റൂമിന്റെ പിക്ചർ ആണിതല്ലേ. കുറെ കുട്ടികൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ പഠിക്കുന്നുണ്ടല്ലേ. കുറെ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോ കമ്പ്യൂട്ടർ ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന റൂമാണല്ലേ ഇത്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ റൂം അല്ലേ. അതാണ് ആലിയന്റെ സ്കൂളിലെ കമ്പ്യൂട്ടർ റൂം. ഫസ്റ്റിലെ പിക്ചർ എന്താണ്? ആലിയന്റെ ക്ലാസ് റൂം അല്ലേ. ദിസ് ഇസ് ഹർ ക്ലാസ് റൂം അല്ലേ. ഇത് ആലിയന്റെ ക്ലാസ് റൂം ആണ്. അതുപോലെ നമ്മുടെ സ്കൂളിൽ എന്തുണ്ട്? ക്ലാസ് റൂം ഉണ്ട് അല്ലേ. പക്ഷെ സ്കൂൾ തുറക്കാത്തോണ്ട് നമുക്കൊന്നും ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല അല്ലെ.
പക്ഷെ രണ്ടാമത് എന്തുണ്ട്? കമ്പ്യൂട്ടർ റൂമാണ് അല്ലെ. കമ്പ്യൂട്ടർ റൂമിൽ എന്തിനാ പോവാ? കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെ കമ്പ്യൂട്ടർ റൂമിലേക്ക് പോവാ. ബാക്കി എല്ലാ സമയത്തും ക്ലാസ് റൂമിലിരിക്കും. കമ്പ്യൂട്ടർ പഠിക്കേണ്ട ടൈം ആകുമ്പോൾ കമ്പ്യൂട്ടർ റൂമിൽ പോവും അല്ലെ. കുറെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ റൂമിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കുന്നുണ്ടല്ലേ കമ്പ്യൂട്ടറിൽ. ഓക്കെ, then this is the library അല്ലേ. This is the library of Little Bird School അല്ലേ. ലിറ്റിൽ ബർഡ് സ്കൂളിലെ ലൈബ്രറിന്റെ പിക്ചർ ആണല്ലേ അത്. ലൈബ്രറിയിൽ എന്താ ഉണ്ടാവുക? ലൈബ്രറിയിൽ എന്താ ഉണ്ടാവുക ആദിഷേ മോനെ? അൺമ്യൂട്ട് ചെയ്ത മോനെ ആദിഷ്. ബുക്കാണോ ലൈബ്രറിയിൽ ഉണ്ടാവുക? അല്ല ബുക്കാണോ? പുസ്തകം അല്ലേ. ബുക്കാണല്ലേ ഉണ്ടാവുക, ബുക്സ് ആണല്ലേ, പുസ്തകമാണല്ലേ ഉണ്ടാവുക. ഓക്കെ, ലൈബ്രറിയിൽ എന്താ ഉണ്ടാവുക? കുറേ പുസ്തകങ്ങൾ ഉണ്ടാവും അല്ലേ. ഹൈജോ അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ. ഹൈജോ ഫെലിക്സ് അൺമ്യൂട്ട് ചെയ്തേ മോനെ. ലൈബ്രറിയിൽ എന്താ ഉണ്ടാവുക? കമ്പ്യൂട്ടറോ? ലൈബ്രറിയിലല്ലേ. ഹൈജോ ശ്രദ്ധിച്ചേയില്ല. അല്ലേ, ബുക്കാണ് ഉണ്ടാവുക. ലൈബ്രറിയിൽ എന്താ ഉണ്ടാവുക? കുറേ ഉണ്ടാവുക. നമുക്ക് വായിക്കാൻ വേണ്ടി ടൈപ്സ് ഓഫ് ബുക്സ് ആ ദെയർ അല്ലേ. പല പല ടൈപ്സ് ഓഫ് പുസ്തകങ്ങളാണ് ലൈബ്രറിയിൽ ഉണ്ടാവുക അല്ലേ. നിങ്ങൾക്ക് എന്ത് പുസ്തകം വായിക്കാൻ ഇഷ്ടം? എന്ത് പുസ്തകം വായിക്കാൻ ഇഷ്ടം? ഷഹൽ അൺമ്യൂട്ട് ചെയ്ത. ഷഹൽ, പുസ്തകം വായിക്കാറുണ്ടോ നിങ്ങൾ എല്ലാവരും? അറിയോ? അറിയാലേ. സ്റ്റോറി ബുക്സ് ആണല്ലേ ഇഷ്ടം. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക സ്റ്റോറി ബുക്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക അല്ലേ. നമ്മുടെ വീട്ടിൽ ആരാണ്? നമ്മുടെ പേരൻസ് ഒക്കെ നമുക്ക് സ്റ്റോറി ബുക്സ് ഒക്കെ വായിച്ചു തരും അല്ലേ. അപ്പോ നമുക്ക് അങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള. ഹൈജോ അടങ്ങിയിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ ഹൈജോ? ലിസൺ. ഓക്കെ, നമുക്ക് വായിക്കാൻ വേണ്ടി എന്താ ഉണ്ടാവുക? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബുക്സ് ആണ് എവിടെ ഉണ്ടാവുക? ലൈബ്രറിയിൽ ഉണ്ടാവുക അല്ലെ. അപ്പോ ലൈബ്രറിയിൽ എന്താ ഉണ്ടാവുക? കുറേ പുസ്തകങ്ങളാണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതെന്താണ്? ആലിയയുടെ സ്കൂളിലെ, ലിറ്റിൽ ബർഡ് സ്കൂളിലെ ലൈബ്രറി ആണത്. അവിടെ കുറേ പുസ്തകങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ ലൈബ്രറിയിൽ കുറേ പുസ്തകങ്ങൾ ഉണ്ടാവും. then this is the പ്ലേ ഗ്രൗണ്ട് അല്ലേ. ഇതാണ് ആലിയയുടെ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് അല്ലേ. എല്ലാ സ്കൂളിലും എന്തുണ്ടാവും? പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും അല്ലേ. അതായത് നമ്മള് രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് കുറേ നേരം പഠിക്കും അല്ലേ. കുറേ സമയം നമ്മൾ പഠിക്കും അല്ലേ. പഠിച്ചു കഴിയുമ്പോൾ എന്താവും? നമുക്ക് ബോറടിക്കും അല്ലേ. കുറേ നേരം പഠിച്ചാൽ എന്തുണ്ടാവും? നമുക്ക് ബോറാവും അല്ലേ. കുറേ സമയം പഠിക്കാൻ നമുക്ക് മടിയല്ലേ. പഠിക്കാൻ നമുക്ക് എന്താണ്? മടിയാണല്ലേ. അപ്പൊ എന്താണ്? കുറേ സമയം പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് സമയം കളിക്കണം അല്ലേ. കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? പ്ലേ ഗ്രൗണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ സ്കൂളിലും എന്തുണ്ട്? പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ. സ്കൂളിൽ വന്നപ്പോ നിങ്ങൾ കണ്ടിനോ നമ്മുടെ പ്ലേ ഗ്രൗണ്ട്? കണ്ടിട്ടുണ്ടോ? നമ്മുടെ സ്കൂളിൽ വന്നപ്പോ നമ്മുടെ പ്ലേ ഗ്രൗണ്ട് കണ്ടിനോ? കണ്ടിട്ടില്ലേ? ആരും കണ്ടിട്ടില്ലേ? നമ്മുടെ സ്കൂളിൽ എന്തുണ്ട്? നമ്മുടെ സ്കൂളിന്റെ ബാക്കില് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പ്ലേ ഗ്രൗണ്ടില് കുറെ എന്തുണ്ട്? എക്യുപ്മെന്റ്സ് ഉണ്ട്. നമുക്ക് കളിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളുണ്ട്. സ്വിങ്, സീസോ, അങ്ങനെ കുറേ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് കളിക്കാൻ വേണ്ടി ഉണ്ട്. പക്ഷെ സ്കൂള് തുറക്കാത്തോണ്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ സ്കൂള് തുറന്നിട്ട് നിങ്ങളെല്ലാം വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കുറേ എന്തുണ്ട്? എക്യുപ്മെന്റ്സ് ഉണ്ട് കളിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് സ്കൂളിൽ വരുമ്പോ എന്ത്? കുറേ നേരം പഠിച്ചു കഴിയുമ്പോ നമ്മൾ കളിക്കാൻ വേണ്ടി പോവും അല്ലേ. അപ്പൊ ഇവിടെ കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട് കളിക്കാൻ. അതുപോലെയാണ് എല്ലാ സ്കൂളിലും എന്താണ്? പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും അല്ലേ. പ്ലേ ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? കളിക്കും അല്ലേ. ഇവിടുത്തെ പിക്ചർ നോക്കിയേ. പ്ലേ ഗ്രൗണ്ടിലെ പിക്ചറിൽ എന്തുണ്ട്? കുറെ കുട്ടികൾ എന്തുണ്ട്? ഒരു സ്ലൈഡിൽ കയറുന്നുണ്ട് അല്ലേ. കുറെ പേര് പുറകിൽ കയറുന്നുണ്ട്. ഓരോരുത്തരായിട്ട് അവിടുന്ന് സ്ലൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അല്ലേ. സ്ലൈഡിൽ കയറിയിട്ടുണ്ടോ എല്ലാരും? ഇങ്ങനത്തെ സ്ലൈഡിൽ കയറിയിട്ടുണ്ടോ? ഉണ്ടോ?
ആ നിറ്റാഷൊക്കെ കേറിയിട്ടുണ്ടല്ലേ. വേറെ ആരും കേറിയിട്ടില്ലേ സ്ലൈഡില്? ആ ഹൈജോ, ഷാഹൽ, ആദിശ്രീ, അൻവിത, ഐവിൻ, പിന്നെ ആരാണ്? ലുബാബ, ഫാത്തിമ മെഹ്റിൻ, സിയ ഫാത്തിമ അല്ലേ? പിന്നെ ആരുണ്ട്? ഇഷാനി. പിന്നെയോ? എല്ലാവരും കേറിയിട്ടുണ്ടോ? എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? സ്ലൈഡിൽ കേറിയിട്ടുണ്ടല്ലേ. സ്ലൈഡിൽ ഇങ്ങനെ കേറിയിട്ടൊക്കെ എന്താണ് നമ്മുടെ സ്കൂള് തുറന്നു കഴിയുമ്പോൾ എന്താണ് രാവിലെ സ്കൂളിലോട്ട് വരും, കുറച്ചു നേരം നമ്മൾ പഠിക്കും, പിന്നെ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും? കളിക്കും അല്ലേ. ഇതേപോലത്തെ സ്ലൈഡിലൊക്കെ കയറും, ഊഞ്ഞാലൊക്കെ ഉണ്ട്, ഊഞ്ഞാലാടും, അങ്ങനെയൊക്കെയാണ് നമ്മൾ കളിക്കുക അല്ലേ സ്കൂള് തുറന്നു കഴിയുമ്പോൾ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്തുള്ളത്? പ്ലേ ഗ്രൗണ്ട് അല്ലേ. അപ്പൊ പ്ലേ ഗ്രൗണ്ടിൽ നമ്മൾ പ്ലേ ചെയ്യും അല്ലേ. അതുകൊണ്ടാണ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് കളിക്കാൻ വേണ്ടിയുള്ള പ്ലേസ് ആണല്ലേ അത്. പിന്നെ ക്ലാസ് റൂമിൽ നമ്മൾ പഠിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന പോലെ എന്താണ്, അപ്പൊ നമുക്ക് ഒരു ക്ലാസ് റൂമിൽ എല്ലാവർക്കും ഒരു റൂമിലിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അതാണ് നമ്മുടെ ക്ലാസ് റൂം അല്ലേ. ഓക്കെ, ദെൻ ദിസ് ഇസ് ദ കമ്പ്യൂട്ടർ റൂം അല്ലേ. അപ്പൊ ക്ലാസ് റൂമിൽ നമ്മൾ എന്താണ് പഠിക്കുക ചെയ്യുക അല്ലേ. നമ്മുടെ ബുക്സിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ് റൂമിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കും. പിന്നെ കമ്പ്യൂട്ടർ റൂമിൽ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കും അല്ലേ. അതിനാണ് കമ്പ്യൂട്ടർ റൂം അല്ലേ. ഓക്കെ, നമുക്ക് എന്താണ് നമ്മുടെ KG സ്റ്റുഡൻസിനൊന്നും കമ്പ്യൂട്ടർ ഒന്നും പഠിക്കാനില്ല അല്ലേ. പക്ഷെ നമ്മൾ കുറച്ച് വലിയ ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ ഒരു 1-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ എന്തുണ്ട്? കമ്പ്യൂട്ടർ റൂം ഉണ്ട്, പിന്നെ ലൈബ്രറി ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് എന്ത് സ്കൂളിൽ ഉണ്ടാവുക. കമ്പ്യൂട്ടർ റൂം, ഓക്കെ, കമ്പ്യൂട്ടർ റൂം, ക്ലാസ് റൂം, ലൈബ്രറി, പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, ഇസ് ക്ലിയർ? അപ്പൊ ഹോമിൽ എന്തുണ്ട്? ലിവിംഗ് റൂം ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ആൻഡ് ബാത്റൂം അല്ലേ. നിതാഷ, വാട്ട് ആർ ദ റൂംസ് ഓഫ് യുവർ ഹോം? എന്തൊക്കെ റൂംസ് ആണ് ഉണ്ടാവുക നമ്മുടെ സ്കൂളില്, സോറി നമ്മുടെ വീട്ടില്? അൺമ്യൂട്ട് ചെയ്ത് ഓക്കെ പറഞ്ഞു മോളെ. ബെഡ്റൂം, kitchen, okay, bathroom, okay, living room. These are the rooms of our home അല്ലേ. നമ്മുടെ വീട്ടില് അത്രയൊക്കെ അങ്ങനത്തെ ഒക്കെ റൂംസ് ആണ് ഉണ്ടാവുക അല്ലേ. ആദീഷ് അൺമ്യൂട്ട് ചെയ്ത മോനെ. ആദീഷ്, ഓക്കെ. നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ റൂംസ് ആണ് ഉണ്ടാവുക? വാട്ട് ആർ ദ റൂംസ് ഓഫ് അവർ സ്കൂൾ? എന്തൊക്കെയാണ് ഉണ്ടാവുക? റൂംസ് അല്ല, എന്തൊക്കെയാണ് സ്കൂളിൽ ഉണ്ടാവുക? ക്ലാസ് റൂം അറിയുമോനെ? സ്കൂളിൽ എന്തൊക്കെ ടൈപ്സ് ഓഫ് റൂംസ് ഒക്കെ ആണ് ഉണ്ടാവുക? ഇപ്പൊ മിസ് പറഞ്ഞില്ലേ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ പഠിക്കാൻ ഒരു റൂം ഉണ്ട്. എന്താണ് അതിന് പറയാ? ആദിഷ്, ലിസൺ ഹിയർ. ഓക്കെ, കമ്പ്യൂട്ടർ റൂം അല്ലേ. കമ്പ്യൂട്ടർ പറഞ്ഞു മോനെ. കമ്പ്യൂട്ടർ റൂം, ക്ലാസ് റൂം, ലൈബ്രറി, പ്ലേ ഗ്രൗണ്ട് അല്ലേ. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ്? ക്ലാസ് റൂം, കമ്പ്യൂട്ടർ റൂം, ലൈബ്രറി ആൻഡ് പ്ലേ ഗ്രൗണ്ട് അല്ലേ. ഇതൊക്കെയാണ് എന്താണ് സ്കൂളിൽ ഉണ്ടാവുക അല്ലേ. ഹൗസില് ലിവിംഗ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം, ഇതൊക്കെ നമ്മുടെ വീട്ടിലെ മുറികളാണല്ലേ. മെനി റൂംസ് ഉണ്ടല്ലേ നമ്മുടെ വീട്ടില്. കുറെ റൂംസ് ഉണ്ട്. അതിൽ എന്തൊക്കെയുണ്ട്? ലിവിംഗ് റൂം ഉണ്ട്, ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, ബാത്റൂം ഉണ്ട്. പിന്നെ സ്കൂളിലോ ക്ലാസ് റൂം, കമ്പ്യൂട്ടർ റൂം, പിന്നെ ലൈബ്രറി, പിന്നെ എന്തുണ്ട്? നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും അല്ലേ കളിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത പേജ് എടുത്തേ. പേജ് നമ്പർ 70. പേജ് നമ്പർ 70. ഓക്കെ, പേജ് നമ്പർ 70 എന്നാ കാണുന്ന മോളെ? സിയ ഫാത്തിമ അൺമ്യൂട്ട് ചെയ്ത മോളെ. ഓക്കെ, കുറെ പിക്ചേഴ്സ് ഉണ്ട് അല്ലെ. എന്തൊക്കെ പിക്ചേഴ്സ് ആണ് അത് മോളെ സിയ? എന്തൊക്കെയാണത്? പിന്നെയോ?
ടീച്ചർ പിന്നെയോ? ഓക്കെ, ഫസ്റ്റ് പിക്ചർ എന്താണ്? പോലീസ്മാൻ ആണ് അല്ലേ? ഒരു പോലീസ്മാന്റെ പിക്ചർ ഉണ്ടല്ലേ അവിടെ? ഒരു പോലീസ് ഉണ്ട് അവിടെ അല്ലേ? എത്ര പേര് പോലീസിനെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ടോ പോലീസിനെ? എത്ര പേര് വലിയതാകുമ്പോ പോലീസ് ആകാൻ പോകുന്നുണ്ട്? വലിയതാകുമ്പോ പോലീസ് ആകാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? നിതാഷ ഉണ്ട്, സിയ ഉണ്ട്, ഷഹൽ ഉണ്ട്, ഏഡൻ തോമസ് ഉണ്ട്, ഐവിൻ, ഏബൽ സിൻഡോ, പിന്നെ ആരുണ്ട്? ഏബൽ ജിയോ, ഹൈജോ. ഹൈജോ പോലീസ് ആവാനാണ് പോകുന്നതല്ലേ? അതുകൊണ്ടാണ് ഇപ്പോഴേ അടിയിടിയും പഠിച്ചത് ഹൈജോ. അതുകൊണ്ടാണ് ഏച്ചിനെ ഇങ്ങനെ അടിച്ചുടിച്ച് ശരിയാക്കുന്നത് പോലീസ് ആവാൻ വേണ്ടി. ആണോ? ആണല്ലേ? റഫാൻ, എത്ര പേര്? എല്ലാരും പോലീസ് ആവാനാ പോകുന്നതല്ലേ? ഓക്കെ. അപ്പോ പോലീസ് ആകാൻ ഇഷ്ടമാണല്ലേ എല്ലാവർക്കും? പോലീസ് എന്താ ചെയ്യാ? എന്താ പോലീസിന്റെ ഡ്യൂട്ടി? എയ്ഡൻ പോലീസ് എന്താ ചെയ്യാ? എയ്ഡൻ മാത്യു അൺമ്യൂട്ട് ചെയ്ത മോനെ. പോലീസ് എന്താ ചെയ്യാ? കുരുത്തക്കേട് കാണിക്കുന്ന ആളെ പിടിക്കുക ചെയ്യാ അല്ലേ പോലീസ്? ഓക്കെ. ഇഷാനി, പോലീസ് എന്താ ചെയ്യാ മോളെ? ഇഷാനി അൺമ്യൂട്ട് ചെയ്ത മോളെ. കള്ളന്മാരെ പിടിക്കും. കള്ളന്മാരെ പിടിക്കും അല്ലേ? കള്ളന്മാരെ പിടിക്കുക ചെയ്യാ അല്ലേ പോലീസ്? അപ്പൊ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും പോലീസ് ആവാൻ പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പോ കള്ളന്മാരൊക്കെ പിടിക്കാണ് പോലീസിന്റെ ഡ്യൂട്ടി അല്ലേ? നമുക്ക് സർവീസ് തരികയാണല്ലേ അവര്? നമ്മളെന്താണ് അവര് നമുക്ക് ഓരോരോ സർവീസാണ് തരുന്നത് അല്ലേ? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ ഇവരെല്ലാവരും. ഇവരൊക്കെ എന്താ ചെയ്യാ? പോലീസ് എന്താ ചെയ്യാ? കള്ളന്മാരൊക്കെ പിടിച്ചു തരും. നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും കാണാതൊക്കെ പോയാൽ കണ്ടുപിടിച്ചു തരുമല്ലേ? നമ്മളെ ആരെങ്കിലും അടിക്കുകയോ ഒക്കെ ചെയ്താല് അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്ന ആൾക്കാരാണല്ലേ പോലീസ്. അപ്പൊ അവര് നമുക്ക് സർവീസ് ആണ് ചെയ്തു തരുന്നത് അല്ലേ? അവര് നമ്മളെ എന്ത് ചെയ്യാണ്? നമുക്കൊരു സർവീസ് തരുവാണല്ലേ? അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, അതാണ് പോലീസിന്റെ ഡ്യൂട്ടി അല്ലേ? അപ്പോ ഫസ്റ്റ് പിക്ചർ എന്താണ്? പോലീസ്മാൻ ആണ് അല്ലേ? പോലീസിനൊക്കെ എന്തുണ്ടാവാറുണ്ട്? യൂണിഫോം ഉണ്ടല്ലേ? ഒരു കാക്കി കളറ് യൂണിഫോം ഉണ്ടല്ലേ അവർക്ക്? കണ്ടിട്ടില്ലേ പോലീസിനെ? യൂണിഫോം അല്ലേ ഇടുക അവര്? എല്ലാവരും സെയിം കളറുള്ള ഡ്രസ് അല്ലേ ഇടുക? നമ്മൾ സ്കൂളിൽ വരുമ്പോ നമുക്ക് എന്തുണ്ട്? യൂണിഫോം ഉണ്ട്. അതുപോലെ പോലീസിന് എന്തുണ്ട്? യൂണിഫോം ഉണ്ട് അല്ലേ? അവരെന്താണ്? പാന്റും ഷർട്ടും ഒരു ക്യാപ്പും, കയ്യിൽ എന്തുണ്ട്? പോലീസിന്റെ കയ്യിൽ ഒരു വയർലെസ് ഒക്കെ ഉണ്ടല്ലേ? ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയർലെസ് ഒക്കെ ഉണ്ടാവും അല്ലേ? മൊബൈൽ ഫോൺ പോലത്തെ ഒരു സാധനം കണ്ടോ ഈ പോലീസ്മാന്റെ കയ്യില്? കണ്ടോ? പോലീസ്മാൻ ഇങ്ങനെയാണല്ലേ ഉണ്ടാവുക? യൂണിഫോം ഇടും, ക്യാപ്പ് ഇടും, ഷൂസ് ഇടും അല്ലേ? ഇങ്ങനെയാണ് പോലീസ്മാൻ ഉണ്ടാവുക അല്ലേ? അപ്പൊ ഇതാണ് പോലീസ്മാന്റെ വേഷം അല്ലേ? എപ്പോഴും എന്താണ്? യൂണിഫോം ഒക്കെ ഇട്ട് നല്ല നീറ്റായിട്ടാണ് പോലീസ്മാൻ ഉണ്ടാവുക അല്ലേ? അപ്പൊ നമുക്ക് അവര് സർവീസ് തരുവാണ് ചെയ്യുക അല്ലേ? ദെൻ ഡോക്ടർ അല്ലേ? ഹിയർ ഈസ് ദ പിക്ചർ ഓഫ് ഡോക്ടർ അല്ലേ? ഒരു ഡോക്ടറിന്റെ പിക്ചർ ഉണ്ടല്ലോ ഇവിടെ. ഡോക്ടറിന് എന്തുണ്ട്? യൂണിഫോം ഉണ്ട് അല്ലേ? വൈറ്റ് കളറിലുള്ള ഒരു ഓവർകോട്ട് ധരിച്ചിട്ടുണ്ടല്ലേ ഡോക്ടർ? വൈറ്റ് കളറിലുള്ള ഒരു ഓവർകോട്ട് ഉണ്ട്. ടൈ ഒക്കെ വെച്ച് എന്താണ്? സ്റ്റെതസ്കോപ്പ് എല്ലാം വെച്ചിട്ടാണ് ഉള്ളതല്ലേ? നല്ല സ്റ്റെതസ്കോപ്പ് എല്ലാം വെച്ച് എന്താണ്? സ്റ്റെതസ്കോപ്പും വെച്ച് ഒരു വൈറ്റ് കളറിലുള്ള കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഡോക്ടർ ഉണ്ടാവുക അല്ലേ? അപ്പൊ ഡോക്ടറെ അടുത്ത് നമ്മൾ എന്തിനാ പോവുക? ഐവിൻ ജോസഫ്, നമ്മൾ എന്തിനാണ് ഡോക്ടറെ അടുത്ത് പോവാ മോനെ? അൺമ്യൂട്ട് ചെയ്തേ. ഡോക്ടറെ അടുത്ത് പോവാ ഐവിൻ? പനിയുള്ളപ്പോ അല്ലേ? പനി ഇങ്ങനെ ഉള്ളപ്പാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോവാ അല്ലേ? പനി മാത്രല്ല, നമുക്ക്
എന്ത് അസുഖം വന്നാലും നമ്മൾ എവിടെയാ പോവാ? ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയാണ് പോവുക അല്ലെ? പനി, ചുമ, തലവേദന, വയറുവേദന, ഛർദി അല്ലെ? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട്? അസുഖങ്ങൾ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് വയ്യാന്ന് തോന്നുമ്പോ അല്ലേ, നമുക്ക് എന്തെങ്കിലും അസുഖമായിട്ട് നമുക്ക് ഒട്ടും വയ്യാന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക. അപ്പൊ ഡോക്ടർ നമുക്ക് എന്താ തരിക? എന്താണ് ഷഹൽ? ഷഹൽ അൺമ്യൂട്ട് ചെയ്ത് മോനെ. എന്താ തരുക ഡോക്ടർ? ഗുളിക തരുമല്ലേ? ഗുളികയും മരുന്നും തരുമല്ലേ? മെഡിസിൻസ് തരുമല്ലേ? ടാബ്ലറ്റും എന്താണ് മരുന്നും ഒക്കെ തരുമല്ലേ? മരുന്ന് കഴിക്കാൻ ഇഷ്ടാണോ എല്ലാവർക്കും? ഇഷ്ടാണോ? ഇഷ്ടാണോ ഉമർ? മരുന്ന് കഴിക്കാൻ ഇഷ്ടാണോ? ആണോ? അല്ല അല്ലേ? അൻവിതക്കൊന്നും ഇഷ്ടമേ അല്ല. എബൽജിയോ മരുന്ന് കഴിക്കാൻ ഇഷ്ടാണോ മോനെ? ഇഷ്ടാണോ? നമ്മൾ എന്തിനാ ഡോക്ടറെ അടുത്ത് പോവാ? മരുന്ന് വാങ്ങിക്കാൻ അല്ലേ? നമുക്ക് അസുഖം വരുമ്പോ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക. ഡോക്ടറെ അടുത്ത് പോയാൽ നമുക്ക് മരുന്ന് തരും അല്ലേ? ആ മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ അസുഖം മാറും അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഡോക്ടറെ അടുത്ത് പോകുന്നത് അല്ലേ? അപ്പൊ അവരും നമ്മളെന്താണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഡോക്ടർ അല്ലേ? നമ്മുടെ അസുഖം മാറാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? തേർഡ് വൺ അല്ലേ? ടീച്ചർ അല്ലേ? അവിടെ ഒരു ടീച്ചറിന്റെ പിക്ചർ ഉണ്ട് അല്ലേ? എന്താണ്, കയ്യിൽ കുറെ ബുക്സ് ഒക്കെ പിടിച്ചിട്ട് ടീച്ചർ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ ടീച്ചർമാരെ ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ? എത്ര പേർക്ക് ടീച്ചേഴ്സിനെ ഇഷ്ടമുണ്ട്? ആദീഷിനൊന്നും ഇഷ്ടേ അല്ല അല്ലെ? ആദീഷ് ടീച്ചേഴ്സിനെ ഇഷ്ടമേ ഇല്ല അല്ലേ? നോക്കട്ടെ എത്ര പേര് ടീച്ചേഴ്സിനെ ഇഷ്ടമല്ലാത്തുണ്ടെന്ന്. ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, എത്ര പേര് വലുതാകുമ്പോ ടീച്ചേഴ്സ് ആകാൻ പോകുന്നുണ്ട്? കുറെ പേരുണ്ടല്ലേ? ഫാത്തിമ മെഹ്റിൻ, ലുബാബ അല്ലെ, നിറ്റാഷ, ഷിഫാന എല്ലാരും എന്ത് ചെയ്യുന്ന ടീച്ചേഴ്സ് ആവാൻ പോവാണ് അല്ലെ? ഇഷാനി, ഓക്കെ, ആദിശ്രീ, സിയ ഫാത്തിമ. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ആകാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ആദിശ്രീ അൺമ്യൂട്ട് ചെയ്ത മോളെ. ആദിശ്രീ വലിയതാവുമ്പോ ടീച്ചറായിട്ട് എന്താ ചെയ്യാ? ആദിശ്രീ എന്തിനാ ടീച്ചർ ആവുന്നത്? പഠിപ്പിക്കാനല്ലേ? പഠിപ്പിക്കാൻ ഇഷ്ടാണോ? അപ്പൊ എന്ത് ചെയ്യണം? നല്ലോണം പഠിക്കണല്ലേ? എന്നാലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ എല്ലാവർക്കും ടീച്ചേഴ്സ് ആകാൻ ഇഷ്ടാണല്ലേ? നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഇഷ്ടാണോ എല്ലാവർക്കും? ഇഷ്ടമല്ലാത്ത ടീച്ചേഴ്സ് ഉണ്ടോ? കൊറേ ഇഷ്ടം അല്ലേ? അപ്പൊ എല്ലാരും എന്താണ്, ടീച്ചേഴ്സ് ആകാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണല്ലേ? അപ്പൊ ടീച്ചേഴ്സ് എന്താ ചെയ്യാ? നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ? നമ്മളെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ് അല്ലേ? അപ്പൊ എന്താണ്, അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക അല്ലേ? നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, നമ്മളെ പഠിക്കാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യും അല്ലേ? അവരാണ് ടീച്ചേഴ്സ് അല്ലേ? അപ്പോ പോലീസ്മാനും ഡോക്ടറും ടീച്ചേഴ്സും ഒക്കെ എന്താണ്, നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ? അല്ലേ? പിന്നെന്താണ്, ഫോർത്ത് വൺ എന്താണ്? പോസ്റ്റ്മാൻ അല്ലേ? അവിടെ എന്തുണ്ട്? ഒരു പോസ്റ്റ്മാന്റെ പിക്ചർ ഉണ്ട് അല്ലേ? അപ്പോ ഫാത്തിമ മെഹറിൻ അൺമ്യൂട്ട് ചെയ്ത മോളെ. ഓക്കെ, ആരാണ് മോളെ പോസ്റ്റ്മാൻ? പോസ്റ്റ്മാൻ എന്താ ചെയ്യാ ഫാത്തിമ? കത്ത് കൊണ്ടുതരും അല്ലേ? നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ കൊണ്ടുതരുന്ന ആളാണ് അല്ലേ പോസ്റ്റ്മാൻ? ലെറ്റേഴ്സ് മാത്രമാണോ തരിക? അല്ല അല്ലേ? ലെറ്റേഴ്സും എന്തെങ്കിലുമൊക്കെ എന്താണ്, ആരെങ്കിലും നമുക്ക് അയച്ചു തന്നിട്ടുള്ള, പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തന്നിട്ടുള്ള കൊറിയറും ലെറ്റേഴ്സും എന്തൊക്കെയോ, ഇതൊക്കെയാണ് പോസ്റ്റ്മാൻ കൊണ്ടുതരിക അല്ലേ? മണി ഓർഡർ, കൊറിയർ, ലെറ്റേഴ്സ് അല്ലേ? ഇതൊക്കെ ആര് തരും? പോസ്റ്റ്മാൻ കൊണ്ടുതരും അല്ലേ? നമുക്ക് എന്തെങ്കിലും ജോലിക്കുള്ള ഇന്റർവ്യൂ അങ്ങനെ എന്താണ് മോളെ? പോസ്റ്റ്മാൻ കൊണ്ടുതരും അല്ലേ? ഇതൊക്കെ നമുക്ക് പോസ്റ്റ്മാൻ കൊണ്ടുതരും അല്ലേ? അപ്പൊ പോസ്റ്റ്മാൻ എന്താ ചെയ്യുന്നേ? നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിട്ട്
നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ പോസ്റ്റ്മാനും എന്താണ്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ ആരൊക്കെയാണ്? പോലീസ്മാൻ, ഡോക്ടർ, പോസ്റ്റ്മാൻ, ടീച്ചർ അല്ലെ? ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഓക്കെ. ഇനി എന്തുണ്ട്? ഇനി രണ്ടുപേരും കൂടി ഉണ്ട് അല്ലെ? ഗാർഡനർ ആൻഡ് കോബ്ലർ അല്ലെ? ഇവര് മാത്രമല്ല, കുറെ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ ഇത്രയേ ഉള്ളൂ അല്ലേ? പോലീസ്മാൻ, ഡോക്ടർ, ടീച്ചർ, പോസ്റ്റ്മാൻ, ഗാർഡനർ ആൻഡ് കോബ്ലർ അല്ലെ? രണ്ടെണ്ണം കൂടെ ഉണ്ടല്ലേ? അത് നമുക്ക് നമ്മുടെ ആഫ്റ്റർനൂൺ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അല്ലേ? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഇതാ തീരാൻ പോവുകയെന്ന്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ? ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഹൈജോ ഇത്തിരി കൂടെ നന്നായിട്ട് അടങ്ങിയിരിക്കണം മോനെ. ഓക്കെ ഓക്കെ, ലിസൺ. എന്ത് ചെയ്യാൻ പറ്റൂ? പോലീസ് ആകാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? ഹൈജോ പോലീസല്ലേ ആകാൻ പോകുന്നത്? നല്ല മോനായിരുന്നാലേ പോലീസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? ഒരു പോലീസിന്റെ ലുക്കെല്ലാം ഉണ്ടല്ലേ ഹൈജോ കാണാൻ വേണ്ടി? ആ, ഒരു ചെറിയ പോലീസിന്റെ ലുക്കെല്ലാം ഉണ്ട് ഹൈജോനെ കാണാൻ. ഓക്കെ ഓക്കെ, അപ്പോ നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ ബൈ.